മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്കൊക്കെ അസുഖങ്ങളൊക്കെ കൂടി വരികയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ പലപ്പോഴും നമുക്ക് ജോലി തിരക്കൊക്കെ കാരണം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഇങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് മാഗസീൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ടോക്ക് ഷോസിൽ നിന്നോ ഒക്കെ നമുക്ക് ഉപദേശങ്ങളൊക്കെ കിട്ടുക. നമുക്ക് ഇനിയൊരു ഡോക്ടർ സെഗ്മെൻറ്റ് കാണാം. നമസ്കാരം. പ്രമേഹം, അമിത കൊളസ്ട്രോൾ, BP എന്നീ അസുഖങ്ങൾ ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികളെയാണ് ബാധിക്കുന്നതെങ്കിൽ ബോൺ ക്യാൻസർ പലപ്പോഴും കുട്ടികളെയാണ് ബാധിക്കുക. ബോൺ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെ, അതേക്കുറിച്ച് കൂടുതലായി അറിയാം. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഓർത്തോപീഡിക് ഓങ്കോ സർജൻ ഡോക്ടർ സുബിൻ സുഗത് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം ചെയ്യാം ഡോക്ടർ ഈ പ്രോഗ്രാമിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും ഒരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണ്. പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു കുടുംബം തന്നെ സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, ഭീമമായ തുകയും ഒക്കെ കൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ക്യാൻസർ? നമ്മുടെ ബോഡിയിലെ ഓരോ കോശവും, അതായത് സെൽ, ജനിക്കുമ്പോൾ അത് ഇത്ര നാൾ ജീവിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സെൽ ഡെത്ത്, ഇത്രയും 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസം അത് ഓട്ടോമാറ്റിക്കലി മരിക്കണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സെല്ലുകൾ പല കാരണങ്ങൾക്കാർ, ചിലപ്പം മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയേഷൻ എഫക്റ്റ് കൊണ്ട് ഈ പ്രോഗ്രാം സെൽ ഡെത്തിനെ അതിജീവിക്കാനുള്ള കഴിവ് അവർക്ക് സാധിക്കുന്നു. അപ്പോൾ അത് അതിജീവിക്കുകയും അത് മൾട്ടിപ്പിൾ സെൽസായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കോശങ്ങൾ വളരുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇത്തരം ക്യാൻസർ എല്ലിൽ അസ്ഥികളിൽ കാണുമ്പോഴാണ് അസ്ഥി അർബുദം അഥവാ ബോൺ ക്യാൻസർ ഉണ്ടാകുന്നത്. ഡോക്ടർ, ഇതിനൊരു എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ടാവുമോ? ഈ ബോൺ ക്യാൻസർ ഒരാൾക്കുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ അസ്ഥി അർബുദം സാധാരണ കാണുന്നത് 2 പ്രായക്കാരിലാണ്. 10നും 20 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലും പിന്നെ മുതിർന്ന ആൾക്കാരിൽ 50-70 വയസ്സിനുണ്ട് മുതിർന്ന ആൾക്കാരിലാണ് സാധാരണയായി കാണുന്നത്. ഇത് വേദന, മാറാത്ത വേദന, ഇപ്പം തട്ടേ മുട്ടുകയോ ചെയ്താൽ വേദന 1-2 ദിവസം കൊണ്ടങ്ങ് മാറും. അങ്ങനെ മാറാത്ത വേദന, റെസ്റ്റ് എടുക്കുമ്പോഴും കിടക്കുമ്പോഴുള്ള വേദന, പിന്നെ കയ്യോ കാലിലോ കാണുന്ന മുഴകൾ, ഇതാണ് സാധാരണയായിട്ട് അസ്ഥി അർബുദത്തിന് കാണുന്ന ലക്ഷണങ്ങൾ. 1-2 ദിവസം കൊണ്ട് മാറാത്ത വേദന ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രായപരിധി പറഞ്ഞല്ലോ, ഒരു ചെറിയ കുട്ടികൾ പിന്നെ ഒരു ഏജ്, അതെന്താ ആ ഒരു പ്രായക്കാർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ബോൺ ക്യാൻസർ കൂടുതലായി വരാനുള്ള ഒരു കാരണം എന്താണ്? ഈ 2 തരം ക്യാൻസറിൽ ഒരു ബേസിക് വ്യത്യാസമുണ്ട്. 10നും 20നും ഇടയ്ക്ക് വയസ്സുള്ള കുട്ടികളിൽ വരുന്ന ക്യാൻസറിന് പ്രൈമറി ബോൺ ട്യൂമർ അഥവാ ആ അസ്ഥിയിൽ തന്നെ ഉത്ഭവിക്കുന്ന ട്യൂമറാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ആ പ്രായക്കാരിൽ വരുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് 10നും 20 വയസ്സിനും വളർച്ചയുടെ കാലഘട്ടം. അപ്പോൾ ആ സമയത്താണ് കൂടുതലും ഈ ക്യാൻസറുകൾ കാണുന്നത്. ഈ മുതിർന്നവരിൽ, അതായത് 50-70 വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാരിൽ കാണുന്നതിന് സെക്കൻഡറി ബോൺ ട്യൂമേഴ്സ് എന്ന് പറയും. സാധാരണ ഇപ്പം ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള കോശങ്ങൾ അസ്ഥിയെ ബാധിക്കുകയും അതിൽ നിന്നാണ് അസ്ഥി അർബുദം പ്രായമായ ആൾക്കാരിൽ കൂടുതലും കാണുന്നത്. ഡോക്ടർ, ഈ ഒരു അസുഖം ബോൺ ക്യാൻസർ ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പം ബേസിക്കലി ഏറ്റവും അത്യാവശ്യം നമുക്കൊരു മുഴ കണ്ടു, വേദനയുള്ള മുഴയാണ്, അത് നമുക്കൊരു ക്യാൻസറാണ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം അത് എന്ത് തരം ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കണം. ബേസിക്കലി 2 തരം ക്യാൻസർ ഉണ്ട്, ഒന്ന് ബിനൈൻ ട്യൂമറും ഒന്ന് മാലിഗ്നൻറ്റ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിലോ കാലിലോ മുഴയുണ്ട്, പക്ഷേ അത് ആളുടെ ജീവന് ഹാനികരമായ തരം മുഴയല്ല. മറ്റേ നമ്മൾ മാലിഗ്നൻറ്റ് ബോൺ ട്യൂമർ എന്ന് പറയും. മാലിഗ്നൻറ്റ് ബോൺ ട്യൂമർ എന്ന് പറഞ്ഞാൽ ആളുടെ ജീവന് തന്നെ ഹാനികരമായ തരം മുഴ സ്പ്രെഡ് ആവുകയും, രണ്ടാമത്തെ പോയിന്റ് സ്പ്രെഡ് ആകും. അതിപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് സാധാരണ ബ്ലഡ് സ്ട്രീം വഴി മറ്റുള്ള ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ലങ്സിലോ അതോ മറ്റ് അസ്ഥികളിലേക്കോ പകരാൻ പറ്റുന്ന തരം മുഴകളാണിത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം ഇത് എന്ത് തരം മുഴയാണെന്ന് ഡയഗ്നോസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പുതിയ നൂതന ഇമേജിംഗ് മൊഡാലിറ്റീസ്, CT സ്കാൻ, MRI ഒക്കെ വെച്ച് നമുക്ക് ഈ മുഴ ഉദ്ദേശം എന്താണ് എന്ന് പറയാമെങ്കിലും അതിൻ്റെ എക്സാക്ട് ഡയഗ്നോസ് അറിയണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കോശം ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് ഒരു ബയോപ്സി ടെസ്റ്റ് എന്ന് പറയും, ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏത് തരം മുഴയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സ്പ്രെഡ് ആവാത്ത ഒരു മുഴയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ യൂഷ്വലി ഇപ്പം ബിനൈൻ ട്യൂമേഴ്സ്, ഇപ്പം കാണുന്ന കയ്യോ കാലിലോ കാണുന്ന മുഴകൾ കുഴപ്പക്കാരനല്ലെങ്കിൽ ബേസിക്കലി ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയാവും. അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ആവശ്യമില്ല. പിന്നെ അതിന് എപ്പോഴാണ് ചികിത്സ ആവശ്യമെന്ന് ചോദിച്ചാൽ അതിൻ്റെ സൈസ് വലുതാകുകയോ ഇത്രയും നാൾ വേദന ഇല്ലാത്ത മുഴയിൽ പെട്ടെന്ന് വേദന വരികയോ ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത് 10 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് കാണുന്നത്. അപ്പം കോസ്മെറ്റിക് ഡിഫോമിറ്റി, ഇപ്പം ടീനേജ് ആവുന്ന പിള്ളേർക്ക് അങ്ങനെ മുഴ കാണുമ്പോൾ അത് കാണാനുള്ള അസൗകര്യം കാരണം ചിലപ്പം എടുത്തു മാറ്റേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട്.
ഡോക്ടർ, ഇപ്പോൾ വേദന ഇല്ലാത്ത ഒരു മുഴയാണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ചിലപ്പോൾ അത് അവഗണിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത്തരത്തിലുള്ള മുഴ ക്യാൻസറായി മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇതേപോലെ വർഷങ്ങളായിട്ട് ഒരു പ്രശ്നമില്ലാത്ത മുഴ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മലിഗ്നൻറ്റ് ബോൺ ട്യൂമറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് പോസിബിലിറ്റിയാണ്. എസ്പെഷ്യലി ഓസ്റ്റിയോകോൺട്രോമ എന്നൊക്കെ പറയുന്ന ചില മുഴകൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ കൊച്ചിലെ തൊട്ട് കാണും. അത് പക്ഷേ ഒരു 40-50 വയസ്സാകുമ്പോൾ അത് ക്യാൻസറായിട്ട് മാറാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ കുട്ടികളിൽ വരുന്ന ഈ ഒരു ബോൺ ക്യാൻസർ, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള, അതായത് കുട്ടികൾ വേദന സഹിക്കില്ല, പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന പാരൻസും എല്ലാം വിഷമിക്കുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഈ കീമോ അടക്കമുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ കുഞ്ഞുങ്ങളിൽ? ഈ 2 തരം പ്രശ്നക്കാരനായ ക്യാൻസറാണ് സാധാരണ പിള്ളേർ കാണുന്നത്. ഒന്നിന് ഓസ്റ്റിയോസാർക്കോമയും മറ്റേത് എവിങ് സാർക്കോമയാണ്. ഇപ്പം നമ്മളിത് ഫസ്റ്റ് ഓഫ് ഓൾ ഏത് തരം അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ബയോപ്സി ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പണ്ടൊക്കെ ആണെങ്കിൽ അനസ്തീഷ്യ കൊടുത്ത് മുഴുവൻ മായ്ക്കതിന് ശേഷം അവർ മുഴുവൻ തുറന്ന് അതിൻ്റെ അകത്ത് ടിഷ്യൂ എടുത്ത് പരിശോധനയ്ക്ക് വിടുന്നതായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഓപ്പൺ ബയോപ്സി. പക്ഷേ ഇപ്പം നമ്മൾ അതിനെല്ലാം അതിന് പുറമെ നീഡിൽ ബയോപ്സി വളരെ സിമ്പിളായിട്ട് ടെക്നിക്കിൽ ഒരു ചെറിയ സൂചി കടത്തി അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യത്തിനുള്ള ടിഷ്യൂ എടുത്തിട്ട് പരിശോധനയ്ക്ക് വിടുന്നു. വൺസ് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം എവിങ് സാർക്കോമയാണെങ്കിലും ഓസ്റ്റിയോസാർക്കോമയാണെങ്കിലും അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കീമോതെറപ്പി, അതായത് ഇഞ്ചക്ഷനായിട്ട് മരുന്ന് എടുക്കുന്നതാണ്. യൂഷ്വലി 3 സൈക്കിൾ കീമോതെറപ്പിക്ക് ശേഷം നമ്മൾ അതിനാവശ്യമായ സർജറി ചെയ്തിട്ട് പിന്നെ വീണ്ടും പേഷ്യൻറ്റിന് കീമോതെറപ്പി ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ ബയോപ്സി വളരെ സിമ്പിൾ പ്രൊസീജിയറാണെന്ന് പറഞ്ഞെങ്കിലും ആ ബയോപ്സി പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള ചികിത്സയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. അത് ഡോക്ടർ ഒന്നുകൂടി വിശദമാക്കും, അതെനിക്ക് മനസ്സിലായില്ല. ഇപ്പം നമ്മളിപ്പം പ്രോപ്പർലി ഒരു ബയോപ്സി ചെയ്യാനായിട്ട് ചില പ്രത്യേക ഏരിയയിൽ നിന്ന് വേണം ബയോപ്സി എടുക്കാനായിട്ട്. അതല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്ന് ബയോപ്സി എടുത്താൽ പണ്ട് നമുക്ക് കാല് സേവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ ഒരു ബയോപ്സി വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിലും ഇത് റുട്ടീൻലി ട്രീറ്റ് ചെയ്യുന്ന ക്യാൻസർ സെൻറ്ററിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഡോക്ടർ, പണ്ടൊക്കെ ഈ ബോൺ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാലഘട്ടം മാറി വളരെയധികം സാങ്കേതിക വിദ്യയെല്ലാം വികസിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എവിടെ എത്തി നിൽക്കും? ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ പണ്ടൊക്കെ ആണെങ്കിൽ ക്യാൻസർ വന്നാൽ കയ്യോ കാലോ മുറിച്ച് മാറ്റുന്നത് തന്നെയായിരുന്നു ചികിത്സ. പക്ഷേ ഇപ്പം നമ്മുടെ ഇമേജിംഗ് മൊഡാലിറ്റീസ്, ഇപ്പം CT സ്കാൻ MRI എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സ്റ്റെൻറ്റ് എത്ര പേര് ട്യൂമർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടുള്ള റിലേഷൻ അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ സർജിക്കൽ ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം നമ്മൾ കയ്യോ കാലോ മുറിച്ച് മാറ്റുന്നതിന് പകരം ക്യാൻസർ ബാധിച്ച അസ്ഥി മാത്രം മുറിച്ച് മാറ്റും. പിന്നെ സാൽവേജ് സർജറി, പ്രിസർവിങ് സർജറീസ് എന്ന് പറയും. അപ്പോൾ ഈ അസ്ഥി മുറിച്ച് മാറ്റിയതിന് ശേഷം ആ അസ്ഥിയുടെ ഗ്യാപ്പ് നമ്മൾ സാധാരണഗതിയിൽ അതിന് പകരമുള്ള സ്റ്റീലിലോ ടൈറ്റാനിയത്തിലുള്ള ഇംപ്ലാന്റ്സ് പ്രോസസ്സ് ഇട്ട് റീപ്ലേസ് ചെയ്യും. അതിന് ഓപ്പറേഷന് ശേഷം പേഷ്യൻ്റ് ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നതിന് മിക്കവാറും ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ, അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ രോഗിക്ക് പിന്നീട് അസുഖം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. ക്യാൻസറിൻ്റെ ഫസ്റ്റ് 2 years ആണ് വെരി ക്രൂഷ്യൽ. ക്യാൻസർ തിരിച്ചു വരുന്നെങ്കിൽ യൂഷ്വലി ഫസ്റ്റ് 2 years വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ 3 മാസവും പേഷ്യൻ്റ് രണ്ടാമത് കാണുകയും ഓപ്പറേറ്റ് ചെയ്ത കാലിൻ്റെ കൈയുടെ എക്സ്റേ എടുത്ത് നോക്കുകയും 6 മാസത്തിലൊരിക്കൽ നെഞ്ചിൻ്റെ CT സ്കാൻ എടുത്ത് നോക്കാറുമുണ്ട്. 2 വർഷത്തിൽ ക്യാൻസർ വന്നില്ലെങ്കിൽ പിന്നെ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. ആദ്യത്തെ 2 years ആണ് വെരി ക്രൂഷ്യൽ. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജുകളുണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസറിന് ഒരു സ്റ്റേജുകളുണ്ട്. യഥാർത്ഥത്തിൽ ഏതൊരു സ്റ്റേജിൽ ഈ ക്യാൻസർ കണ്ടുപിടിച്ചാലാണ് പൂർണ്ണമായിട്ടും ഒരു നല്ലൊരു റിക്കവറി ഉണ്ടാവുക? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മലിഗ്നൻറ്റ് ബോൺ ട്യൂമേഴ്സിന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇത് യൂഷ്വലി സ്പ്രെഡ് ചെയ്യുന്നത് ഒന്ന് ലങ്സിലേക്ക്, പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള ബോൺസിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഒരു ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഒന്ന് CT സ്കാൻ, നെഞ്ചിൻ്റെ CT സ്കാൻ എടുത്ത് നോക്കും. അവിടെ ശരീരത്തിൽ ലങ്സിൽ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബോൺ സ്കാൻ, മറ്റുള്ള അസ്ഥികളെ ബാധിച്ചിട്ടുണ്ടോ അറിയാൻ ബോൺ സ്കാൻ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ ഇല്ലാത്ത രോഗിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നിർഭാഗ്യവശാൽ മറ്റുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ കണ്ടുപിടിച്ച രോഗിക്കും പ്രോഗ്നോസിസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ ക്യാൻസർ സർവൈവലിന് എപ്പോഴും നമ്മൾ 5 year സർവൈവലാണ് പറയുന്നത്. സർവൈവൽ അറൗണ്ട് 60 to 80%. അല്ല, ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർവൈവലിൻ്റെ ചാൻസ് കുറയുന്നുണ്ട്. ഈ അസുഖം വന്ന് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു 5 years ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ആ രോഗിക്ക് പിന്നീട് വരാനുള്ള ചാൻസ് ഇല്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? ക്യാൻസറിൽ എപ്പോഴും നമ്മൾ 5 year സർവൈവലാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി 5 years ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബോൺ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും
അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കൂടുതലായി അറിഞ്ഞു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളിൽ ആത്മവിശ്വാസം തരാൻ കഴിയുന്ന ഒരുപിടി കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.